6ാം IPL കിരീടമെന്ന സ്വപ്നത്തിലേക്ക് ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. ഇനി അവർക്കും കപ്പിനുമിടയിൽ വെറും 2 കടമ്പകൾ മാത്രം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. എലിമിനേറ്റർ പോരാട്ടത്തിൽ 2022 വിജയികളായ ഗുജറാത്ത് ടൈറ്റൻസിനെ 20 റൺസിന് വീഴ്ത്തിയാണ് ഹാർദിക് പാണ്ഡ്യയും സെമി ഫൈനലിന് തുല്യമായ 2ാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ഈ പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിനെയും വീഴ്ത്താനായാൽ മുംബൈക്ക് ഫൈനലിൽ കടക്കാം. 229 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് എലിമിനേറ്ററിൽ ജിടിക്ക് മുംബൈ നൽകിയത്. ശുഭ്മൻ ഗില്ലിന്റെ ടീം വീറോടെ തന്നെ പൊരുതിയെങ്കിലും 6 വിക്കറ്റിന് 208 റൺസ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയും ചെയ്തു. റൺചേസിൽ ഒരു സമയത്ത് അനായാസം മുന്നേറിയ ജിടിയുടെ താളം തെറ്റിക്കാൻ മുംബൈ പയറ്റിയ തന്ത്രമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ഇത് ചതിയാണെന്ന് ജിടി ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആഞ്ഞടിക്കുകയും ചെയ്യുന്നു. സായ് വാഷിംഗ്ടൺ ജോഡി 3-4 ഓവറുകൾ കൂടി ക്രീസിൽ തുടർന്നാൽ ജിടിക്ക് നേടിയെടുക്കാവുന്ന റൺസായിരുന്നു ഇത്. കളി കൈവിട്ടേക്കുമെന്ന ഈ ഘട്ടത്തിലാണ് മുംബൈ പുതിയൊരു തന്ത്രം പയറ്റിയത്. സ്റ്റാർ ബാറ്റർ സൂര്യകുമാർ പരിക്കേറ്റ് നിലത്ത് കിടക്കുകയായിരുന്നു. പിന്നാലെ ടീം ഫിസിയോ വന്ന് താരത്തെ പരിശോധിക്കുകയും ചെയ്തു. ഇതോടെ അല്പസമയത്തേക്ക് കളിയും മുടങ്ങുകയായിരുന്നു. മുംബൈക്ക് വേണ്ടിയിരുന്നതും ഇതായിരുന്നു. നല്ല താളത്തിൽ പോയിക്കൊണ്ടിരുന്ന സായ് വാഷിംഗ്ടൺ സഖ്യത്തെ പിരിക്കാൻ ഈ അടവ് മാത്രമേ മുംബൈയുടെ പക്കലുണ്ടായിരുന്നുള്ളൂ. ബ്രേക്കിന് പിന്നാലെ ബൌളിംഗിൽ ബുംറയെ ഹാർദിക് കൊണ്ടുവരികയും ചെയ്തു. ജിടിയുടെ താളം തെറ്റിക്കാൻ മുംബൈ നടത്തിയ ഈ നീക്കം വിജയം കണ്ടു. ഓവറിലെ 4ാമത്തെ ബോളിൽ തന്നെ ബുംറയുടെ ഒരു അസാധ്യ യോർക്കറിൽ വാഷിംഗ്ടൺ ക്ലീൻ ബൌൾഡ്. ഇതോടെ മുംബൈ ആഗ്രഹിച്ച ആ ബ്രേക്ക് ത്രൂവും ലഭിച്ചു. അതുവരെ ഒഴുക്കോടെ പോയിക്കൊണ്ടിരുന്ന ജിടിയുടെ താളവും തെറ്റുകയായിരുന്നു. ബ്രേക്കിനു മുമ്പ് ബാറ്റ് ചെയ്ത അതേ രീതിയിൽ ബാറ്റ് ചെയ്യാൻ പിന്നീട് സായിക്കായില്ല. 16ാം ഓവറിൽ സായിയെ റിച്ചാർഡ് ഗ്ലീസൺ ബൌൾഡാക്കിയതോടെ മുംബൈ കളിയിൽ പിടിമുറുക്കി. ഇതിനിടെ ആവശ്യമായ റൺ റേറ്റ് ഉയർന്നുകൊണ്ടിരുന്നതോടെ പുതുതായി എത്തിയവർക്ക് കാര്യങ്ങൾ കടുപ്പമാവുകയും ഒടുവിൽ മുംബൈ വിജയം വരുതിയിലാക്കുകയും ചെയ്തു.